class, we had discussed about probability sampling as well as its types. Today, in this session, we are going to discuss about non-probability sampling. It is a technique of sampling that does not provide a chance of selection to each population element in the universe. യൂണിവേഴ്സിലെ എല്ലാ എലമെൻറ്റിനും ഈക്വൽ ചാൻസ് കൊടുക്കാത്ത ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇപ്പോൾ പൊതുവേ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ചില സ്റ്റുഡൻസിനെ തന്നെ എപ്പോഴും വിളിക്കത്തില്ലേ, ഒന്നെങ്കിൽ ഏറ്റവും നല്ല കുട്ടിയെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിളിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഉഴപ്പുള്ള കുട്ടിയെ അല്ലെങ്കിൽ ഏറ്റവും അലമ്പുള്ള കുട്ടിയെ എപ്പോഴും വിളിക്കും. അപ്പോൾ വേറെ കുറേ പേർക്ക് വിളിക്കാനുള്ള ചാൻസ് കുറയും. അങ്ങനത്തെ ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. It is a sampling technique where the samples are gathered in a process that does not give all the individuals in the population equal chances of being selected. പോപ്പുലേഷനിലെ ഓരോ എലമെൻറ്റിനും ഈക്വൽ ചാൻസ് കിട്ടുന്നില്ല സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ റാൻഡം സെലക്ഷനും ഇല്ല. ഇറ്റ് റിലീസ് ഓൺ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെലക്ഷൻ. ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക്, ഇൻവെസ്റ്റിഗേറ്ററിന് ഇഷ്ടമുള്ള ആൾക്കാരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്ര ഒരു ഡിസൈറബിൾ മെത്തേഡ് അല്ല. ഇവിടെ ബയാസസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. Any method of sampling that does not use random selection is known as non-probability sampling. Now let us look into the characteristics of non-probability sampling. Non-probability sampling-ന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. It is carried out by methods of observation. ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്തായിരിക്കും ഇത് ചെയ്യുന്നത്. സെലക്ഷൻ പ്രോബബിലിറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു ഈക്വൽ ചാൻസ് അല്ലല്ലോ, ആരെയൊക്കെ സെലക്ട് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് എൻഷ്യൂർ എ സെലക്ഷൻ ചാൻസ് ടു ഈച്ച് പോപ്പുലേഷൻ യൂണിറ്റ്. ഓരോ യൂണിറ്റിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ആകണം എന്ന് നിർബന്ധമില്ല. ദെൻ അഞ്ചാമത്തേത്, sampling plan does not provide the features of the population from the selected sample values. നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ വാല്യൂസ് ഒരു പക്ഷേ കറക്റ്റ് പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ് തരില്ല. അതുപോലെ തന്നെ സാമ്പിളിംഗ് ബയാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിസൾട്ട് തന്നെ മൊത്തത്തിൽ കുളവാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്. കാര്യം ട്രാവലിംഗ് ഒന്നും അധികം ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ സമയവും പൈസയൊക്കെ ലാഭിക്കാൻ പറ്റും. ഈസി ടു യൂസ്, ദെൻ സ്മോൾ സ്പേസ് ഫോർ ജഡ്ജ്മെൻറ്റ്, ദെൻ സ്യൂട്ടബിലിറ്റി. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് എക്സോസ്റ്റീവ് പോപ്പുലേഷൻ ഡിഫൈൻഡ് അല്ലാത്തപ്പോഴാണ്. പോപ്പുലേഷൻ വെൽ ഡിഫൈൻഡ് അല്ലാത്ത സാഹചര്യങ്ങളിലാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. Now, types of non-probability sampling. Non-probability sampling 3 ടൈപ്സ് ആണുള്ളത്. ഡെലിബറേറ്റ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. 4 ഉണ്ട്. DCQS, ഡെലിബറേറ്റ്, കൺവീനിയൻറ്റ്, കോട്ട, സ്നോബോൾ. ഓക്കെ, അതിൽ ആദ്യത്തേത് നോക്കാം. ഡെലിബറേറ്റ് സാമ്പിളിംഗ് അഥവാ purposive sampling. Here the investigator himself makes the choice of sample from the given universe according to his own skill and judgment, which he thinks to be the best representative of the universe. ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്ററിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കുറച്ച് സാമ്പിളിനെ സെലക്ട് ചെയ്യുകയാണ് ഡെലിബറേറ്റ് സാമ്പിളിംഗ് അഥവാ പർപ്പസീവ് സാമ്പിളിംഗ്. ഇവിടെ ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് കൺക്ലൂഷൻസിൽ എത്തുകയാണ് പതിവ്. 2 അഡ്വാൻറ്റേജസ് ഉണ്ട്.
കോസ്റ്റ് കുറവാണ്, കൂടുതൽ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഗ്യാരണ്ടീസ് ഇൻക്ലൂഷൻ ഓഫ് റെലവൻറ്റ് എലമെൻറ്റ് ഇൻ ദ സാമ്പിൾ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്ലാൻസ് കനോട്ട് ഗിവ് സച്ച് ഗ്യാരണ്ടി. ഇവിടെ നമുക്കൊരു ഗ്യാരണ്ടി ഇൻക്ലൂഷൻ കൊടുക്കാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബയാസ് ആൻഡ് പ്രെജുഡിസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഇൻഫ്ലുവൻസ് ദ സെലക്ഷൻ. ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻവിധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ്, it is rather difficult to have any idea of the degree of accuracy achieved if this method is employed. അക്യുറസിയുടെ ലെവൽ മെഷർ ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡബിൾ റിസൾട്ട് നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ജനറലൈസ് ചെയ്യുന്നതിന് ലെസ് എഫിഷ്യൻ്റ് ആണ് റാൻഡം സാമ്പിളിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് റിക്വയർസ് മോർ പ്രയർ എക്സ്റ്റെൻസീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. പോപ്പുലേഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോപ്പുലേഷനിലെ ഓരോ ആൾക്കാരെ പറ്റിയും അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ദെൻ അതായിരുന്നു പർപ്പസീവ് സാമ്പിളിംഗ്. ഇനി രണ്ടാമത്തെ സാമ്പിളിംഗ് ടൈപ്പ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഇതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇവിടെ the sample units are purposely selected by the investigator to suit his convenience. ഇവിടെയും പർപ്പസീവ്ലി ആണ് സെലക്ട് ചെയ്യുന്നത്, സ്വന്തം ഇഷ്ടത്തിനാണ് ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അത് കൺവീനിയൻസിന് അനുസരിച്ചിരിക്കും. ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കൺവീനിയൻസിന് അനുസരിച്ച് പർപ്പസീവായിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. അതായത് കൺവീനിയൻ്റ്ലി അവൈലബിൾ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ഒരു സർവേ നടത്താൻ പോകാൻ നേരത്ത് 10 വീടുകളിൽ പോയി 5 പേരെ ഇൻ്റർവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ചെന്നപ്പോഴത്തേക്ക് അവിടെ 4 വീട് പൂട്ടിയിട്ടേക്കുക. അവരെന്തോ ഒരു ചടങ്ങിന് പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയെന്ന് വെച്ചോ. അപ്പോൾ അവരെ ഓഫീസിൽ പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വൈകിട്ട് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ 4 വീടങ്ങ് ഒഴിവാക്കും. ബാക്കി 6 വീട്ടിൽ ഏതെങ്കിലും ഒരു 5 വീട്ടിലായിരിക്കും നിങ്ങൾ കയറി ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സർവേ നടത്തുന്നത്. കാരണം എന്താ? നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച്, നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ ആ ഒരു പർപ്പസിനും അനുസരിച്ച് കിട്ടുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുന്നു. ആ മെത്തേഡാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. അതവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് പോപ്പുലേഷൻ അവൈലബിൾ അല്ലാതെ വരുന്ന സമയത്താണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നിട്ടുണ്ട്. ഇതൊരു ചീപ്പസ്റ്റ് ആസ് വെൽ ആസ് സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഒന്നും വലുതായിട്ട് ആവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പെർട്ടൈസിനെയും ആവശ്യമില്ല കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ചെയ്യാൻ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതും ഹൈലി ബയാസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് ആകണമെന്നില്ല സാമ്പിൾ. ദെൻ ഇറ്റ് ഈസ് ലീസ്റ്റ് റിലയബിൾ സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിങ്ങിൽ തന്നെ ഏറ്റവും നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു റിസൾട്ടിനെ റിലേ ചെയ്ത് നമുക്ക് വലിയ ഡെസിഷൻസ് എടുക്കൽ പാടായിരിക്കും. അതുപോലെ ഫൈൻഡിങ്സ് കിട്ടുമ്പോൾ അത് ജനറലൈസ് ചെയ്യാനും പറ്റില്ല. കാര്യം ആ മിസ് ഔട്ട് ചെയ്ത പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ലല്ലോ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ദ ഇൻ്റർവ്യൂവേഴ്സ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു ഇൻ്റർവ്യൂ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഓരോ കോട്ടയിലുള്ള ആൾക്കാരിൽ നിന്നും ഇത്ര നമ്പർ, സ്പെസിഫൈഡ് നമ്പർ ഓഫ് പേഴ്സൺസിനെ നിർബന്ധമായിട്ടും ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊരു രീതിയാണ് കോട്ട സാമ്പിളിംഗ്. എ കോട്ട ഈസ് ഫിക്സ്ഡ് in advance for collecting samples from each group according to certain specified characters such as sex, age, occupation, etc. അവരുടെ പ്രായത്തിന് അല്ലെങ്കിൽ ജോലിക്ക്
അതല്ലെങ്കിൽ ജെൻഡറിനൊക്കെ അനുസരിച്ച് നമ്മൾ ചില ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് പ്രത്യേകമായിട്ട് ഇത്ര പേരെ ഇന്നെടുത്തുനിന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കും. കോട്ട എന്ന് കേട്ടപ്പോൾ തന്നെ പലർക്കും മിലിറ്ററി കോട്ടയൊക്കെ അല്ലേ ഓർമ്മ വന്നത്. അവിടെ തന്നെ കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത്ര ബോട്ടിൽ കിട്ടും അല്ലെങ്കിൽ ഇത്ര കോട്ട കിട്ടും എന്നല്ലേ പറയുന്നത്. അതുപോലെ ഇവിടെ ഓരോ സാമ്പിൾ ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പോപ്പുലേഷൻ ഗ്രൂപ്പിൽ നിന്നും ഇത്ര പേരെ സ്പെസിഫൈഡ് നമ്പർ ഓഫ് പീപ്പിൾസിനെ സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് സാമ്പിൾ ആക്കുന്നു. അതാണ് കോട്ട സാമ്പിളിംഗ്. മെറിറ്റ്സ് നോക്കുക, കോസ്റ്റ് കുറവാണ്, ടൈം അധികം ആവശ്യമില്ല, അതുപോലെ തന്നെ ദർ ഇസ് നോ നീഡ് ഓഫ് സാമ്പിൾ ഫ്രെയിം. ഒരു സാമ്പിൾ ഫ്രെയിം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫീൽഡ് വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ നാലാമത്തെ നോൺ പ്രോബബിലിറ്റി മെത്തേഡാണ് സ്നോബോൾ സാമ്പിളിംഗ്. Here, the researcher picks up few samples and select them and ask them to recommend other people they know who fit the description of samples needed. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിസർച്ചർ കുറച്ച് സാമ്പിൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഒരു 5-6 പേരെ സെലക്ട് ചെയ്യുന്നു. അപ്പം 100 പേരുണ്ട്, 100 പേരുള്ളൊരു ഗ്രൂപ്പ് പോപ്പുലേഷനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നിന്നും ഇവിടുന്നുമായിട്ട് ഒരു 10 പേരെ സെലക്ട് ചെയ്യുമെന്ന് വെച്ചോ. ഓക്കെ, ഈ 10 പേരോട് സെലക്ട് ചെയ്ത ആൾക്കാരോട് നമ്മൾ പറയുന്നു അവർക്ക് ഇഷ്ടമുള്ള 2 പേരെ സെലക്ട് ചെയ്യാം. കിട്ടിയോ? എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള 2 പേരെന്ന് പറയുമ്പോൾ 2 × 10 വീണ്ടും ഒരു 20 പേരെ സെലക്ട് ചെയ്തില്ലേ. ഇപ്പം മൊത്തം ആദ്യം ഒരു 10 പിന്നെ ഒരു 20 ആയി. ആ 20 പേരോട് അവർക്ക് ഇഷ്ടമുള്ള ഓരോ ആൾക്കാരെ കൂടെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ പിന്നെ ഒരു 20 × 1 വീണ്ടും ഒരു 20 പീപ്പിളിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്രയായി? ആദ്യം നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തു, ആ 10 പേര് അവരവർക്ക് ഇഷ്ടമുള്ള 2 പേരെ വീണ്ടും സെലക്ട് ചെയ്തു. അപ്പോൾ 10ഉം 20ഉം 30 പേരായി. ആ 20 പേരോട് വീണ്ടും ഓരോരുത്തരെ സെലക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ 30ഉം പിന്നെ ഒരു 20ഉം, അപ്പോൾ 50 പേരെ ടോട്ടൽ സെലക്ട് ചെയ്യുന്നു. 100 പേരിൽ നിന്ന് ഒരു 50 പേരെ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് സ്നോബോൾ സാമ്പിളിംഗ്. ഇപ്പോൾ ഒരു ബോൾ എടുത്ത് എറിയുകയെന്ന് വെച്ചോ, ബോൾ എടുത്ത് എറിഞ്ഞു, ആ ബോൾ വീണ്ടും പാസ് ചെയ്തു, അങ്ങനെ തെറിച്ച് പോകുന്ന രീതിയിൽ. അങ്ങനെയാണ് ഇവിടെ സാമ്പിളിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ദിസ് ടെക്നിക് ക്രിയേറ്റ്സ് സ്നോബോൾ എഫക്റ്റ് വിച്ച് കീപ്സ് ഓൺ ഗ്രോയിങ് ഇൻ സൈസ് ആസ് ഇറ്റ് റോൾസ് ഡൗൺ. ഈ ഒരു സ്നോബോളിൻ്റെ പ്രത്യേകത എന്താ? മഞ്ഞ് കട്ട കൊണ്ടുള്ള ബോളിൻ്റെ പ്രത്യേകത എന്താ? അത് എറിഞ്ഞത് പോകും തോറും വീണ്ടും സ്നോ അതിലോട്ട് കൂടുതൽ പറ്റിച്ചേർന്ന് വലുതായി വരും സ്നോബോൾ. അതുപോലെയാണ് ഇവിടെ നമ്മളൊരാളെ സെലക്ട് ചെയ്തു, അവരോട് കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, അവരോട് വീണ്ടും സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ സാമ്പിൾ സൈസ് പെട്ടെന്ന് കൂടും. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതി, എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഏതൊക്കെയായിരുന്നു? ഡെലിബറേറ്റ് അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, പിന്നെ ഇപ്പം നോക്കിയ സ്നോബോൾ സാമ്പിളിംഗ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഇതോടെ നമ്മൾ നേരത്തെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് 2 ഉണ്ടായിരുന്നു, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും. അതിൽ ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് നോക്കിയായിരുന്നു, ഒരു കോഡൊക്കെ വെച്ചിട്ട് CSS CMM എന്ന് പറഞ്ഞൊരു കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചിരുന്നു ടൈപ്സ്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നോക്കിയത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് ആണ്. അതോടെ സാമ്പിളിങ്ങിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. അടുത്ത ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. Classification can be defined as the process of arranging the data in groups or classes according to resemblances, similarities in order to make the data clear and meaningful. ഡേറ്റയെ കുറച്ച് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ മീനിങ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഉള്ള ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ക്ലാസ്സസിനെ നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ്
ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഒരു ഐഡിയൽ ക്ലാസിഫിക്കേഷന് വേണ്ട ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഇറ്റ് മസ്റ്റ് ബി എക്സ്ഹോസ്റ്റീവ്. എക്സ്ഹോസ്റ്റീവ് എന്ന് പറയുന്നത് ഈച്ച് ഐറ്റം ഓഫ് ദ ഡേറ്റ മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ എനി വൺ ഓഫ് ദ ക്ലാസ്സസ്. നമുക്കത് കാണാൻ നേരത്ത് ഒരു ഡൗട്ട് ഒന്നും ഉണ്ടാവരുത്. ആ ഇൻഡിവിജ്വൽസ് ഒക്കെ ആ ഡേറ്റയിൽ തന്നെ ഉള്ളതാണ്, ഇൻക്ലൂഡഡ് ആണ് എന്ന് തോന്നണം. ദെൻ ഇറ്റ് ഷുഡ് ബി അൺആംബിഗ്വസ്. If there is ambiguity in classification, the very purpose for which it is meant is not served. Ambiguity ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് കിട്ടത്തില്ല. അതുകൊണ്ട് ആംബിഗ്വിറ്റി ഉണ്ടാകാൻ പാടില്ല. ദെൻ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ആ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഡേറ്റയുടെ ഗ്രൂപ്പ്സ് സ്റ്റേബിൾ ആയിരിക്കണം. അതല്ലാതെ ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഗ്രൂപ്പിലോട്ട് വീഴരുത്. നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിൾ. It should be flexible and should have the capacity of adjustment to new situations and circumstances. നേരത്തെ സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഫ്ലെക്സിബിൾ കൂടെ ആയിരിക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്? 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തത് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. രണ്ടാമത്തത് കമ്പയർ ചെയ്യാൻ. മൂന്നാമത്തത് മെയിൻ ഫീച്ചേഴ്സൊക്കെ പിൻ പോയിൻറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് അവോയ്ഡ് ചെയ്യാൻ, ടു എലിമിനേറ്റ് അൺനെസറി ഡീറ്റെയിൽസ്. ദെൻ പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കാൻ. ആസ് വെൽ as ടു ഫെസിലിറ്റേറ്റ് ഡെസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് 2 തരത്തിലാണ് നോക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂമെറിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂമെറിക്കൽ ഫാക്ട്സ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. ഇവിടെ ഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്താണ്. ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സെക്സ്, കാസ്റ്റ്, ലിറ്ററസി, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ. ഇപ്പം മെയിലാണോ ഫീമെയിലാണോ അതൊരു ആട്രിബ്യൂട്ടാണ്. ലിറ്ററസി റേറ്റ്, വിദ്യാഭ്യാസം ഉണ്ടോ വിദ്യാഭ്യാസം ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിനെ 2 ടൈപ്പായിട്ട് തിരിക്കാം. സിമ്പിൾ ക്ലാസിഫിക്കേഷനും മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനും. ഒരു സെക്കൻഡ്, അതിൻ്റെ ഫിഗർ എവിടെയോ ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് നോക്കുക. ആദ്യം സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. സിമ്പിൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പിലായിട്ട് വെക്കും. ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട് പൊസസ് ഇറ്റ് ആർ പ്ലേസ്ഡ് ഇൻ അനദർ ഗ്രൂപ്പ്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ഒരു ഗ്രൂപ്പിലും ആ ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാത്തവരെ അടുത്ത ഗ്രൂപ്പിലും ആക്കും. അതാണ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് അല്ല, അതിൽ കൂടുതൽ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാണ്. അപ്പോൾ ഡേറ്റയെ പല നമ്പർ ഓഫ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിലുള്ള ഇൻഡസ്ട്രി ആകാം, പ്രൈവറ്റ് സെക്ടറിലെ ഇൻഡസ്ട്രി ആകാം. ഇതിൽ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതിനെ പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രി, ലോസ് മേക്കിംഗ് ഇൻഡസ്ട്രി, ഇങ്ങനെ കുറേ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആകെ 2 രീതിയിലേ നമ്മൾ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. മെയില്, ഫീമെയില്, മാരീഡ്, അൺമാരീഡ്, ആ രീതിയിൽ ജസ്റ്റ് 2 ഗ്രൂപ്പ്സ് മാത്രമുള്ളതാണ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ്റെ ടൈപ്പ് ഇസ് ബേസ്ഡ് ഓൺ ന്യൂമെറിക്കൽ ഫാക്ട്സ്. ന്യൂമെറിക്കൽ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ
ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ എക്സെട്ര. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രഫിക്കലും ക്രോണോളജിക്കലും. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആസ് വെൽ ആസ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് എന്താ? മാപ്പൊക്കെ അല്ലേ ഓർമ്മ വരുന്നത്? അത് തന്നെ, പ്ലേസ്. ഇതെന്ന് വെച്ചാൽ ഡേറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ്. അതിനെ വിളിക്കുന്നതാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷനായിട്ട്. ആദ്യത്തെ ടേബിൾ നോക്കിക്കേ. നമ്പർ ഓഫ് ടൗൺസ്, 3 ടൗൺസ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്: ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. നമ്പർ ഓഫ് ഓവൻസ് സോൾഡ്, ആ പറയുന്ന നഗരങ്ങളിൽ വിറ്റ ഓവൻസിൻ്റെ, മൈക്രോവേവ് ഓവൻസിൻ്റെ എണ്ണം കൊടുത്തിരിക്കുന്നു. അങ്ങനത്തെ സംഭവമാണ്. അതായത് മാപ്പിനെ, പ്ലേസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് നോക്കുക. ക്രോണോളജി എന്ന് വെച്ചാൽ നമുക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരിക? ക്രോണോളജി മീൻസ് ടൈം, സമയത്തെ അല്ലെങ്കിൽ വർഷത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഒരു വർഷം തന്നേക്കുന്നു, ആ വർഷത്തിലെ പോപ്പുലേഷൻ കാണിച്ചേക്കുന്നു. 2003 638 മില്യൺ ഉണ്ട്, ഇന്ത്യയിലെ പോപ്പുലേഷനാണ്. അതുപോലെ ഓരോ വർഷത്തെ കാണിച്ചേക്കുന്നു. ഇങ്ങനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തും, ക്രോണോളജിക്കൽ എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കുന്നു. അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഇത് പൊതുവെ 4 മാർക്സ് 2 മാർക്സ് ഒക്കെ വരാറുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഓക്കെ, ഇൻറ്റേർണൽ എക്സാംസിനൊക്കെ സാധാരണ നമ്മൾ ഇടുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്തേക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നത് ദീസ് ആർ പ്രിപ്പയർഡ് ടു പ്രസൻറ്റ് ദ കളക്റ്റഡ് ആൻഡ് ക്ലാസിഫൈഡ് ഡേറ്റ ഇൻ എ പ്രോപ്പർലി അറേഞ്ച്ഡ് വേ. നമ്മൾ കളക്ട് ചെയ്ത അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത ഡേറ്റയെ ഒരു നല്ല വേയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സീരീസാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. അതല്ലെങ്കിൽ എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഐറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സീരീസ്. ഒരു സീരീസ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് എന്തെങ്കിലും കുറേ ഐറ്റംസിൻ്റെ. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് their construction. ഞാൻ എ എന്നും ബി എന്നും കൊടുത്തേക്കുന്നുണ്ടോ? അത് നോക്കിയാൽ മതി. ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ബി എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്ട്രക്ഷൻ. അതിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുള്ളത് 3 ടൈപ്പ് സീരീസാണുള്ളത്. ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ അഥവാ ടൈം സീരീസ്. ഹിസ്റ്റോറിക്കൽ അല്ലെ ടൈം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ക്രോണോളജിക്കലി ആയിരിക്കും ഡേറ്റ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ടൈം സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഡീറ്റെയിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും അത്. ദെൻ രണ്ടാമത്തത് സ്പേഷ്യൽ സീരീസ്. സ്പേഷ്യൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു പ്ലേസ്, സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും ഈ ക്ലാസിഫിക്കേഷൻ. ദെൻ മൂന്നാമത്തത് കണ്ടീഷൻ സീരീസ്. അതെന്തെങ്കിലും കുറച്ച് കണ്ടീഷൻ അഥവാ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും, ഡേറ്റയെ അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കൺസ്ട്രക്ഷൻ. അതും 3 ടൈപ്പ് ഉണ്ട്: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂവസ് സീരീസ്. ഒന്നുകൂടെ നോക്കുക: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂവസ് സീരീസ്. ഇത് 3ഉം നമ്മൾ പൊതുവേ ഇനിയുള്ള പ്രോബ്ലംസിലൊക്കെ വരുന്ന ടേംസ് ആണ് കേട്ടോ. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് എന്നൊക്കെ ഇടയ്ക്ക് പ്രോബ്ലത്തിൽ വരും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി തന്നെ പോകുക. ആദ്യത്തേത് ഇൻഡിവിജ്വൽ സീരീസ്. It is one in which
Each value of the variable occurs only once. ഇത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമുക്ക് എഴുതാൻ പറ്റും. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ പ്രത്യേകത അതിൽ വരുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് ഒരു വട്ടം മാത്രമേ വരത്തുള്ളൂ, റിപ്പീറ്റ് ചെയ്യത്തില്ല. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, റോൾ നമ്പറും മാർക്സുമാണ് പറയുന്നത്. റോൾ നമ്പർ 1ൻ്റെ മാർക്ക് 50, ദെൻ 2ൻ്റെ 43, 3യുടേത് 80. ഇവിടെ ഏതെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് സീരീസാണ്? ഇൻഡിവിജ്വൽ സീരീസ്. രണ്ടാമത്തെ സീരീസാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകത ഡേറ്റ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഐറ്റം റിപ്പീറ്റ്. ഇവിടെ ഓരോ ഐറ്റവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 50 മാർക്കുള്ള 5 കുട്ടികളുണ്ട്, 40 മാർക്കുള്ള 8 കുട്ടികളുണ്ട്, ആ രീതിയിലൊക്കെ വരും. എക്സാമ്പിൾ നോക്കിയാൽ മതി. ആ ടേബിൾ കണ്ടോ, രണ്ടാമത്തെ ടേബിൾ. 20 മാർക്കുള്ള എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികൾ. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഈ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. അപ്പോൾ 20 എന്ന് പറയുന്ന മാർക്ക് 5 പേർക്കുണ്ട്, 30 എന്ന് പറയുന്ന മാർക്ക് 6 കുട്ടികൾക്കുണ്ട്, 40 10 പേർക്ക്, 50 8 പേർക്ക്. ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് 29. അതായത് 5 + 6 + 10 + 8 അങ്ങനെ 29 എന്ന് വരും. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന സീരീസാണ്. ആൻഡ് ദ തേർഡ് കാറ്റഗറി ഈസ് കണ്ടിന്യൂവസ് സീരീസ്. ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് ആയിരിക്കും. ഒരു ക്ലാസ് ഇൻ്റർവെൽ പോലെ കാണിക്കും. അതായത് 0-നും 20-നും ഇടയിൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ 50-നും 60-നും ഇടയിൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം, ആ ഒരു രീതിയിൽ ഉള്ള സീരീസാണ്. കണ്ടിന്യൂവസ് മാനറിൽ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കണ്ടിന്യൂവസ് സീരീസ്. ഇവിടെയും റിപ്പിറ്റേഷൻ വരും, ഫ്രീക്വൻസീസ് കാണിക്കും. എക്സാമ്പിൾ നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഈ ടേബിൾ ഉണ്ടോ, 0 to 20 മാർക്ക് 20 എന്നല്ല കൊടുക്കുന്നത്, 0 to 20 എന്നാണ്. 0-നും 20-നും ഇടയിൽ എത്ര കുട്ടികൾക്ക്? 5 പേർക്ക്. 20 to 40 10 പേർക്ക്. ഈ രീതിയിൽ വരുന്നതാണ് കണ്ടിന്യൂവസ് സീരീസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ 3 ആയിട്ട്: ടൈം സീരീസ്, സ്പേഷ്യൽ സീരീസ്, കണ്ടീഷൻ സീരീസ്. ദെൻ ബേസ്ഡ് ഓൺ ദെയർ കൺസ്ട്രക്ഷൻ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂവസ് സീരീസ്. അടുത്തത് 1-2 ടേംസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ. ഇറ്റ് ഈസ് എ ബെറ്റർ വേ ടു അറേഞ്ച് ഡേറ്റ. നമ്മുടെ ഡേറ്റയെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടേബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന്. ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു എറിക്കർ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ നമ്പർ possessing the same values of the variables. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരേ വാല്യൂസ് ഉള്ള വേരിയബിൾസിനെ നമ്പറാണ്. വേറൊരു ഡെഫിനിഷനും കൂടെ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിക്കുക. ദെൻ അടുത്തൊരു ടേം ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. അപ്പർ ലിമിറ്റും ഉണ്ട്, ലോവർ ലിമിറ്റും ഉണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ദ ലിമിറ്റ്സ് വിത്തിൻ വിച്ച് എ ക്ലാസ് ഇൻ്റർവൽ ലൈസ് ആർ കോൾഡ് ക്ലാസ് ലിമിറ്റ്. ഒരു ക്ലാസ് ഇൻ്റർവെലിൻ്റെ വാല്യൂ ഏത് ലിമിറ്റിൻ്റെ ഇടയിലാണോ നിൽക്കുന്നത് ആ ലിമിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് ലിമിറ്റ്സ്. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ എക്സാമ്പിളില്ലേ, അവിടെ 0 to 20 എന്ന് പറയില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് ലിമിറ്റ്. 0 to 20-ൽ ലോവർ ലിമിറ്റ് 0-യും അപ്പർ ലിമിറ്റ് 20-യും ആയിരിക്കും. അതുപോലെ 20 to 30 എന്നൊരു ക്ലാസ് ആണെങ്കിൽ ലോവർ ലിമിറ്റ് 20-യും അപ്പർ ലിമിറ്റ് 30-യും ആയിരിക്കും. അതാണ് ക്ലാസ് ലിമിറ്റ്. ദെൻ അടുത്തത് ക്ലാസ് ഇൻ്റർവെൽ അഥവാ ക്ലാസ് സൈസ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് സൈസ് അഥവാ ക്ലാസ് ഇൻ്റർവെൽ. ക്ലാസ് ഇൻ്റർവെല്ലിൽ കാണാനുള്ളൊരു ഇക്വേഷൻ L - S / K. കണ്ടോ, L - ഇവിടെ ഉണ്ട്
L minus S divided by K. L എന്ന് വെച്ചാൽ ലാർജസ്റ്റ് ടേം, S എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ടേം അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഐറ്റം, K എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലാസ്സസ്, എത്ര ക്ലാസ്സസ് ഉണ്ട് എന്നതാണ് K. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട് എക്സാമ്പിളായിട്ട്, നോക്കിയേ. If the marks of 100 students varied between 20 and 90, and if we want to form 7 classes, then the class interval would be. ക്ലാസ് ഇൻ്റർവെൽ കാണണം. 100 കുട്ടികളുണ്ട്, അതിൻ്റെ അപ്പർ ലിമിറ്റും അപ്പർ ലിമിറ്റും സ്മോളർ ലിമിറ്റും അല്ലെങ്കിൽ ലോവർ ലിമിറ്റും തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് 20, എൽ എന്ന് പറയുന്നത് 90, കെ എന്ന് പറയുന്നത് 7, അതായത് നമ്പർ ഓഫ് ക്ലാസ്സസ് അല്ലേ കെ 7. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെ കാണാൻ പറ്റും? എൽ മൈനസ് എസ് ബൈ കെ, അതായത് 90 മൈനസ് 20 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ 70 ബൈ 7 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഇസ് 10. 20 തൊട്ട് 90 വരെ അല്ലേ, അപ്പോൾ 20ക്കും 90ക്കും ഇടയിൽ 10 വ്യത്യാസം വരുന്ന ക്ലാസ്സുകളാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും? 20 കഴിഞ്ഞ് 10 കഴിഞ്ഞ് എന്താ കിട്ടുക? 20 to 30, അതാണ് ഒരു ക്ലാസ്. പിന്നെ 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80 and finally 80 to 90. ഒന്ന് എണ്ണി നോക്കി എഴുതണം തന്നെ അല്ലേ, 7 ക്ലാസ്സസ് അല്ലേ ഉള്ളതെന്ന് ആണ്. ഇതാണ് ക്ലാസ് ഇൻ്റർവൽ അല്ലെങ്കിൽ ക്ലാസ് സൈസ്. ക്ലാസ് ഇൻ്റർവൽ കാണാനുള്ള ആ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം, എൽ മൈനസ് എസ് ബൈ കെ. നൗ മെത്തേഡ്സ് ഓഫ് ഫോമിങ് ക്ലാസ് ഇൻ്റർവെൽസ്. ക്ലാസ് ഇൻ്റർവെൽസ് ഫോം ചെയ്യുന്ന 2 മെത്തേഡ് ഉണ്ട്, എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും. ഏതൊക്കെയാണ്? എക്സ്ക്ലൂസീവ് മെത്തേഡ് ആസ് വെൽ ആസ് ഇൻക്ലൂസീവ് മെത്തേഡ്. ആദ്യം എക്സ്ക്ലൂസീവ് മെത്തേഡ് നോക്കുക. എക്സ്ക്ലൂസീവ് മെത്തേഡിൽ അപ്പർ ലിമിറ്റ് ഓഫ് 1 ക്ലാസ് ഇൻ്റർവെൽ ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരും. എക്സാമ്പിൾ നോക്കുക. ആദ്യത്തെ ടേബിൾ ഉണ്ടോ? ആദ്യത്തെ ക്ലാസ് എന്തുവാ? 0 to 10, അടുത്തത് 10 to 20, 20 to 30 അല്ലേ. 0 to 10 എന്ന് വെച്ചാൽ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 10ഉം അല്ലേ. അടുത്ത ക്ലാസ് നോക്കിയേ, 10 to 20. ആദ്യത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് 10 ആയിരുന്നു, പക്ഷേ ഈ രണ്ടാമത്തെ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് എത്രയാ? 10 ആണ്. ഇങ്ങനെ വരുന്ന ക്ലാസ് ഇൻ്റർവെൽസ് വരുന്ന മെത്തേഡാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ഇൻക്ലൂസീവ് മെത്തേഡ്. ഈ എക്സ്ക്ലൂസീവ് മെത്തേഡിൻ്റെ പ്രത്യേകത 0 to 10 എന്ന് പറയുമ്പോൾ 0 മുതൽ 10 വരെ എന്നാണ് പറയുന്നത്, 10 കൂട്ടില്ല. 0 to 9 വരെ നോക്കത്തുള്ളൂ. ആ ലാസ്റ്റത്തെ അപ്പർ ലിമിറ്റ് വന്ന വാല്യൂ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. 10 മാർക്ക് വരുന്നവരെ എണ്ണത്തില്ല ആ ക്ലാസ്സിൽ. അതേസമയം രണ്ടാമത്തെ എടുത്തോ, 10 to 20 എന്നാണ്. അപ്പോൾ 10, 11, 12 അങ്ങനെ അപ് ടു 19 വരെ മാർക്സ് ഉള്ള കുട്ടികളുടെ എണ്ണമാണ് ആ 15 എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തത് ഇൻക്ലൂസീവ് മെത്തേഡ്. ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത് ദ അപ്പർ ലിമിറ്റ് ഓഫ് 1 ക്ലാസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ക്ലാസ് ഇറ്റ് സെൽഫ്. 0 to 9 എന്ന് കണ്ടോ, 0 to 9 കഴിഞ്ഞ് അടുത്തത് എന്തുവാ? 10 to 19. അപ്പോൾ 0 മുതൽ 9 വരെ മാർക്കുള്ള എല്ലാവരുടെയും എണ്ണമാണ് 15. 0 ആകാം, 1, 2, 3, 4, 5, 6, 7, 8, 9ഉം ആകാം മാർക്ക്. കിട്ടിയോ? അതാണ് ഇൻക്ലൂസീവ്. അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡഡ് ആണ്. എക്സ്ക്ലൂസീവിലെന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് ഓരോ ക്ലാസ്സിലും എക്സ്ക്ലൂഡഡ് ആയിരുന്നു. അടുത്ത ടേം ക്ലാസ് ഫ്രീക്വൻസി. It is nothing but the number of observations falling with a class interval. ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ വീഴുന്ന വാല്യൂ എത്രയാണ് അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് ഫ്രീക്വൻസി. ഇപ്പം മുകളിൽ കൊടുത്തേക്കുന്ന ടേബിളിൽ 0 to 9 എന്നുണ്ടോ മാർക്സ്, അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 15. അപ്പോൾ അവിടുത്തെ ക്ലാസ് ഫ്രീക്വൻസി ആണ് 15. 30 to 39 എന്ന് പറയുന്ന മാർക്കുള്ളതിൻ്റെ ആണെങ്കിലോ ക്ലാസ് ഫ്രീക്വൻസി 10 വന്നേനെ.
ഓക്കെ. ദെൻ അടുത്തത് ക്ലാസ് മിഡ് പോയിൻറ്റ് ഓർ ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് അഥവാ ക്ലാസ് മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ മിഡ്വേ ബിറ്റ്വീൻ ദ ആക്ച്വൽ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും ഇടയിൽ കറക്റ്റ് നടുക്ക് വരുന്ന വാല്യൂവിനെയാണ് ക്ലാസ് മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി കേട്ടോ. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? ക്ലാസ് മിഡ് പോയിൻ്റ് കിട്ടും. ദെൻ അടുത്ത ടോപ്പിക്ക് ക്യുമുലേറ്റീവ് സീരീസ്. It is one wherein the frequency or value against each class interval in a continuous series is progressively totaled up and aggregates are shown. ഇത് എക്സാമ്പിൾ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്യുമുലേറ്റീവ് സീരീസ് 2 ടൈപ്പ് ഉണ്ട്. ലെസ് ദാൻ ടൈപ്പും ഉണ്ട്, മോർ ദാൻ ടൈപ്പും ഉണ്ട്. ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലുതാന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയേ. മാർക്സ്, ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അങ്ങനെ 3 ടേബിൾ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തിൻ്റെ മാർക്ക് ക്ലാസ് എന്ന് പറയുന്നത് 30 to 40, 30-നും 40-നും ഇടയിൽ മാർക്കുള്ളവർ എത്ര പേര്? 10 പേര്. ദെൻ അടുത്തത് 40-നും 50-നും ഇടയിൽ മാർക്കുള്ളത് 20 പേര്. അതുപോലെ ലാസ്റ്റത്തത് 90-ക്കും 100-നും ഇടയ്ക്ക് മാർക്കുള്ളവർ എത്ര പേര്? 35 പേര്. അതാണ് ഫ്രീക്വൻസി. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സക്സസീവായിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസി വാല്യൂസ് ആഡ് ചെയ്ത് പോവുക. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അവിടെ 30 to 40യുടെ അവിടെ ഫ്രീക്വൻസി 10 ആണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും 10 തന്നെയാണ്. രണ്ടാമത്തെ ക്ലാസ് നോക്കുക, അവിടെ ഫ്രീക്വൻസി 20 ആണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആദ്യത്തെ 10 പ്ലസ് രണ്ടാമത്തെ 20. 10 + 20 എത്ര വരും? 30. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 30 എന്ന് വരും. മൂന്നാമത്തെ ഫ്രീക്വൻസി വാല്യൂ 15. അപ്പോൾ 30 + 15 ചെയ്യണം. അപ്പോൾ 45. അങ്ങനെ ആഡ് ചെയ്ത് ഫ്രീക്വൻസി സമ്മപ്പ് ചെയ്ത് താഴെ വരെ പോവുക. അപ്പോൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ 165 + 35 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 200. ടോട്ടൽ ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നെയായിരിക്കും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും താഴത്ത് കിട്ടുന്നത്. ഇതിനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലെസ് ദാൻ ടൈപ്പും മോർ ദാൻ ടൈപ്പും. ലെസ് ദാൻ ടൈപ്പ് എന്ന് വെച്ചാൽ ലെസ് ദാൻ 40 മാർക്കുള്ളവർ, 40-ൽ താഴെ മാർക്കുള്ളവർ എത്ര പേര്? 10 പേരും തന്നിട്ടുണ്ട്. ദെൻ നേരത്തെ അതേ ടേബിൾ വെച്ചാൽ ചെയ്യുന്നത്. ഇനി ലെസ് ദാൻ 50, 50 താഴെ മാർക്കുള്ളവർ കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 10 + 20. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ഇപ്പോൾ ചെയ്തില്ലേ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ കാണിച്ചു തന്നില്ലേ, അതേ രീതിയിൽ കൂട്ടി പോവുക. എങ്ങനെ കൂട്ടി കിട്ടിയെന്ന് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. 10 + 20, ദെൻ 30 + 15, 45 + 20, അങ്ങനെ 165 + 35 ചെയ്തപ്പോൾ 200 കിട്ടി. ഇതാണ് ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി ഇത് തന്നെ മോർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ആദ്യത്തെ ടേബിൾ വെച്ചാണ് ചെയ്യുന്നത്. മോർ ദാൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 30-ൽ കൂടുതൽ മാർക്കുള്ള എത്ര പേര്? മോർ ദാൻ 30 എത്ര പേരെന്ന് നോക്കണം. മോർ ദാൻ 30, 30-ൽ കൂടുതൽ മാർക്കുള്ളവർ എത്ര പേരുണ്ട്? ശരിക്കും 200 പേരുണ്ട്. അതെങ്ങനെ കിട്ടും? ടോട്ടൽ എത്രയാണോ, ഫുള്ള് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്രയാണോ അതായിരിക്കും മോർ ദാൻ 30-ൽ വരുന്നത്. റിവേഴ്സായിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അത് 200 കൊടുത്തു. ഇനി മോർ ദാൻ 40, 40-ൽ കൂടുതൽ മാർക്കുള്ള എത്ര പേരുണ്ട്? മൊത്തത്തിൽ 200 പേരാണ് ഉള്ളത് അല്ലേ? അതിൽ 30-നും 40-നും ഇടയ്ക്ക് മാർക്കുള്ള 10 കുട്ടികളുണ്ട്. അതായത് 40-ൽ താഴെ മാർക്കുള്ള 10 കുട്ടികളുണ്ട്. അപ്പോൾ ആ 10 പേരെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടലിൽ നിന്ന് കുറയ്ക്കണം. 200 - 10, അതായത് 190. അതുപോലെ മോർ ദാൻ 50, 50-ൽ കൂടുതലുള്ള എത്ര പേരുണ്ട്? ടോട്ടൽ ഇപ്പം കിട്ടിയ 190 നോക്കിയാൽ മതി, ടോട്ടൽ നോക്കണ്ട. ഇപ്പം കിട്ടിയ 190-ൽ നിന്നും
എന്ത് കുറയ്ക്കണം? 50 താഴെയുള്ളൊരു 20 പേര് കൂടെ ഇല്ലേ, അവരെ കുറയ്ക്കണം. അങ്ങനെ കുറച്ച് പോകുന്നതാണ് മോർ ദാൻ ടൈപ്പ്. ലെസ് ദാൻ ടൈപ്പ് എന്ന് പറയുന്നത് കൂട്ടി പോകണം. ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരുവേ. ലെസ് ദാൻ ടൈപ്പും മോർ ദാൻ ടൈപ്പും ഒന്നുകൂടെ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ആഡ് ചെയ്യാം. അത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയിൽ വരുന്നത്. Then tabulation of data. ഡേറ്റ ടാബുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇത് ലാസ്റ്റ് പോർഷനാണ് നമ്മുടെ ഇന്നത്തെ. ടാബുലേഷൻ എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് കളക്റ്റഡ് ആൻഡ് ക്ലാസിഫൈഡ് ഡേറ്റ ഇൻ കോളംസ് ആൻഡ് റോസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾക്ക് അടിസ്ഥാനമാക്കി കോളംസ് ആയിട്ട് അല്ലെങ്കിൽ റോസ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്ത ആ ഒരു സിസ്റ്റമാറ്റിക് പ്രസൻറ്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ടാബുലേഷൻ. ടാബുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റയെ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖം കാണും. ടാബുലേറ്റഡ് ഡേറ്റ ആണെങ്കിൽ ഒരു ടേബിളിന് വേണ്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ടാബുലേഷൻ ചെയ്യാൻ വേണ്ടി, ടേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എലമെൻറ്റ്സ്. ആദ്യത്തത് ടേബിൾ നമ്പർ. ഓരോ ടേബിളിനും ഓരോ നമ്പേഴ്സ് വേണം, എങ്കിലേ അത് പിന്നീട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടേബിളിന് ടൈറ്റിൽ വേണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഒരു ഹെഡ് നോട്ട് കൊടുക്കണം. ദെൻ ഹെഡ് നോട്ട് എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ, കിലോഗ്രാംസിലുള്ള സംഭവമാണെങ്കിൽ ആ ടേബിളിൻ്റെ അകത്ത് ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇൻ kg, അല്ലെങ്കിൽ ഇൻ മില്യൺസ് ആണെങ്കിൽ ഇൻ മില്യൺസ്, അല്ലെങ്കിൽ ഇൻ തൗസൻഡ്സ് എന്നൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് നോട്ട്. ഹെഡിങ്സ്, ഈ കോളത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുക്കത്തില്ലേ, പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ബ്രാക്കറ്റിൽ, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻ മില്യൺസ്, ആ രീതിയിൽ. അതാണ് ഹെഡ് നോട്ട്. ദെൻ ക്യാപ്ഷൻസ്. ക്യാപ്ഷൻസ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഹെഡിങ്സ് ആണ്. ദെൻ സ്റ്റബ്സ് എന്ന് പറയുന്നത് റോയുടെ ഹെഡിങ് ആണ്. റോ ഹെഡിങ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റബ്സ്. ദെൻ ബോഡി ഓഫ് ദ ടേബിൾ. ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത് കുറേ ന്യൂമറിക്കൽ ഇൻഫർമേഷൻസ് ആയിരിക്കും. ലെഫ്റ്റ് ടു റൈറ്റ് റോസിലും ടോപ്പ് ടു ബോട്ടം കോളത്തിലും അറേഞ്ച് ചെയ്യുന്നു. ദെൻ ഫുട് നോട്ട്. ഫുട് നോട്ട് എന്ന് പറയുന്നത് നിർബന്ധമില്ല, എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എലാബറേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ, അത്യാവശ്യമാണെന്ന് തോന്നുമെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് ഫൈനലി സോഴ്സ് നോട്ട്. സോഴ്സ് നോട്ട് എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് എന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുക. ഇത്രയുമാണ് ഒരു ടേബിളിന് വേണ്ട എലമെൻറ്റ്സ്. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ഹെഡ് നോട്ട്, ക്യാപ്ഷൻ, സ്റ്റബ്സ്, ബോഡി, ഫുട് നോട്ട് ആൻഡ് സോഴ്സ് നോട്ട്. ഇതിൽ സ്റ്റബ് ഒഴിച്ച് ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റബ് മാത്രം വന്നാൽ ഓർത്തോളുക, സ്റ്റബ് എന്ന് പറയുന്നത് റോ ഹെഡിങ് ആണ്. റൂൾസ് ഫോർ ടാബുലേഷൻ. ജനറൽ റൂൾസ് ആണ് പറയുന്നത്. ആദ്യത്തത് സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് ആയിരിക്കണം ടേബിൾ. ക്യാപ്ഷനും സ്റ്റബ്സും ഒക്കെ ഉണ്ടായിരിക്കണം. സിസ്റ്റമാറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഈ ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് സ്യൂട്ട് ദ പേർപ്പസ്. ദെൻ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഏതാണോ അത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ ഫിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റൗണ്ട് ഓഫ് ചെയ്തേക്കുക. ഇപ്പോൾ 7.5675 അങ്ങനെ എക്സെട്ര പോകുന്നതാണെങ്കിൽ അതിന് റൗണ്ട് ചെയ്ത് 2 ഡിജിറ്റിലോട്ട് ആക്കിയേക്കുക. ദെൻ സ്യൂട്ടബിൾ അപ്രോക്സിമേഷൻ ഉണ്ടായിരിക്കണം. മിസ്ലേനിയസ് കോളംസ്, അൺഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ടേബിൾ കംപ്ലീറ്റ് ആയിരിക്കണം, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. അബ്രിവേഷൻസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം അബ്രിവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ, ഷോർട്ട് ഫോംസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അല്ലെങ്കിൽ അബ്രിവേഷൻസ് കൊടുക്കുമെങ്കിൽ അതിൻ്റെ ഫുട് നോട്ടായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ, ആ അബ്രിവേഷൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്തേക്കണം. ഡിറ്റോ മാർക്സൊക്കെ കഴിവതും ഒഴിവാക്കുക. ഇപ്പോൾ 50 അങ്ങനത്തെ കുറേ വാല്യൂസ് ഒരേപോലെ വന്നാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിറ്റോ മാർക്ക് ഇട്ട് പോകും. അങ്ങനെ ഡിറ്റോ മാർക്ക് കൊടുക്കരുത്. ടേബിൾസിൽ പ്രോപ്പറായിട്ട് വേണം എഴുതാൻ. പ്രോപ്പർ ലെറ്ററിങ് ആൻഡ് പ്രോപ്പർ സൈസ് യൂസ് ചെയ്യുക ടേബിളിന്. നൗ ടൈപ്സ് ഓഫ് ടാബുലേഷൻ.
ടാബുലേഷൻ്റെ ടൈപ്സ്. ടേബിൾ പൊതുവെ 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം, സിമ്പിൾ ആസ് വെൽ ആസ് കോംപ്ലക്സ്. സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടേബിൾ ആയിരിക്കും. അതേസമയം കോംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത് പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വലിയ ടേബിൾസ് ആയിരിക്കും കോംപ്ലക്സ് ടേബിൾസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ കോംപ്ലക്സ് ടേബിളിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. 1 വേ ടേബിൾ, 2 വേ ടേബിൾ, 3 വേ ടേബിൾ ആൻഡ് മാനിഫോൾഡ് ടേബിൾ. ഓക്കെ, 1 വേ ടേബിൾ, 2 വേ ടേബിൾ, 3 വേ ടേബിൾ ആൻഡ് മാനിഫോൾഡ് ടേബിൾ. ആദ്യത്തത് 1 വേ ടേബിൾ. അതൊരു സിംപ്ലസ്റ്റ് ടൈപ്പാണ്. ഇവിടെ ഒറ്റ ക്യാരക്ടറിസ്റ്റിക്സിനെ വെച്ചായിരിക്കും 1 വേ ടേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇത് എന്ത് ടൈപ്പ് ടേബിളാണ്? സിമ്പിൾ ടേബിളാണ്. ആകെ ഒരു ക്യാരക്ടറിസ്റ്റിക്സേ ഉള്ളൂ. ആ ടേബിൾ നോക്കിയേ, ഏജ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്, പ്രായവും എംപ്ലോയീസിൻ്റെ എണ്ണവും. അത് സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്, ഒറ്റ ആട്രിബ്യൂട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി 2 വേ ടേബിൾ എന്ന് വെച്ചാൽ 2 ഇൻ്റർ റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള റിലേഷൻ. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 വേ ടേബിളിൻ്റെ ഡെഫിനിഷൻ കണ്ടായിരുന്നല്ലോ അല്ലേ? നൗ അതിൻ്റെ എക്സാമ്പിൾ 2 വേ ടേബിളാണ്. ഇവിടെ നോക്കിയേ, ഏജിനെയും തന്നിട്ടുണ്ട്, ഏജ് ഉണ്ട്, നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്. ആ നമ്പർ ഓഫ് എംപ്ലോയീസിനെ തന്നെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തേക്കുന്നു, മെയിൽ എന്നും ഫീമെയിൽ എന്നും. അപ്പോൾ 2 ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. നേരത്തെ ടേബിളിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് മാത്രമേ ഒരു ആട്രിബ്യൂട്ടേ ഉള്ളായിരുന്നു. ചെക്ക് ചെയ്യുക വേണമെങ്കിൽ, കണ്ടോ, നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇവിടെയോ നമ്പർ ഓഫ് എംപ്ലോയീസിനെ തന്നെ പിന്നെയും ഡിവൈഡ് ചെയ്തു, സെക്സിനെ ഡിപ്പെൻഡ് ചെയ്ത്. മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്. അപ്പോൾ ഇതെങ്ങനത്തെ ടേബിളാണ്? 2 വേ ടേബിൾ. അടുത്തത് 3 വേ ടേബിൾ. അപ്പോൾ 3 വേ ടേബിൾ എന്തായിരിക്കും? 3 ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തതായിരിക്കും. സെയിം എക്സാമ്പിൾ 3 വേ ടേബിൾ ആക്കിയേക്കുന്നു. ആദ്യമേ നമ്പർ ഓഫ് എംപ്ലോയീസ് ഒരു ആട്രിബ്യൂട്ട്, പിന്നെ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു, മെയിൽ എന്നും ഫീമെയിൽ എന്നും. അതിൽ തന്നെ ആ മെയിലിനെയും ഫീമെയിലിനെയും വീണ്ടും ഡിവൈഡ് ചെയ്തേക്കുന്നു. മെയിലിനെ സ്കിൽഡ് എന്നും അൺസ്കിൽഡ് എന്നും നോക്കി, അതുപോലെ ഫീമെയിലിനെയും സ്കിൽഡ് എന്നും അൺസ്കിൽഡ് എന്നും നോക്കി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ആട്രിബ്യൂട്ട്സാണ് നോക്കിയത്? നമ്പർ ഓഫ് എംപ്ലോയീസ് നോക്കി, അതിൽ തന്നെ മെയിലും ഫീമെയിലും നോക്കി, സ്കിൽഡും അൺസ്കിൽഡും നോക്കി. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ടേബിളാണ് 3 വേ ടേബിൾ. അപ്പം മാനിഫോൾഡ് എന്തായിരിക്കും? 3-ലധികം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കുറേ അധികം ആട്രിബ്യൂട്ട്സ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നതായിരിക്കും മാനിഫോൾഡ് ടേബിൾ. സെയിം സംഭവം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വാല്യൂസ് തന്നിട്ടില്ല. ആദ്യം നമ്പർ ഓഫ് എംപ്ലോയീസ്, പിന്നെ അവരെ സെമി പ്രൊഫഷണൽ, റാങ്ക് പ്രൊഫഷണൽ, പ്രൊഫഷണൽ എന്ന രീതിയിലാക്കി. അതിനെ തന്നെ വീണ്ടും എന്താക്കി, മെയില് ഫീമെയില് എന്ന രീതിയിൽ കൊടുത്തു. പിന്നെ ഒരു റിലീജിയനും കൂടെ അപ്പുറം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന ടേബിളാണ് മാനിഫോൾഡ് ടേബിൾ. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അസൈൻമെൻറ്റ് തന്ന കാര്യം മറക്കരുത്, അസൈൻമെൻറ്റ് നോക്കിയേക്കുക. November 11 ആയിരുന്നു വെക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോഴേ എഴുതി തുടങ്ങിയേക്കുക. പിന്നെ 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി വിളിച്ച് എക്സ്ക്യൂസ് പറയരുത് ആരും. അതുപോലെ ഇന്നത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വൈകുന്നേരം വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.